ഹായ്. മൈക്കിൾ ജാക്സനെ അറിയാത്തവരായി ആരുമില്ല. ഒരു അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജോ ജാക്സൺ. ജാക്സൺ കുടുംബത്തിൽ ജോ ജാക്സന്റെയും കാതറിൻ ജാക്സന്റെയും എട്ടാമത്തെ മകനായി ജനിച്ച ഇദ്ദേഹം സഹോദരങ്ങളോടൊപ്പം 1960കളുടെ പകുതിയിൽ ദി ജാക്സൺ 5 എന്ന ബാൻഡുമായാണ് സംഗീത ജീവിതം ആരംഭിച്ചത്. 1971 മുതൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങി. 1970കളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയ സംഗീത രംഗത്തെ ഒരു പ്രധാന ഘടകമായി മാറി. ഇദ്ദേഹത്തിന്റെ ബീറ്റ് ഇറ്റ്, ബില്ലി ജീൻ ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർക്കാനും ശൈശവദശയിലായിരുന്ന MTV ചാനലിന്റെ വളർച്ചയ്ക്കും കാരണമായി. ബ്ലാക്ക് ഓർ വൈറ്റ്, സ്ക്രീം എന്നീ വീഡിയോകളുടെ വിജയത്തോടെ 1990കളുടെ MTVയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ. ഇദ്ദേഹം സംഗീത വീഡിയോയെ ഒരു കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണവുമാക്കി മാറ്റി. തന്റെ സ്റ്റേജ് ഷോകളിലും സംഗീത വീഡിയോകളിലും ചെയ്യുവാൻ ശാരീരികമായി വളരെ പ്രയാസമുള്ള റോബോട്ട്, മൂൺബാഗ് തുടങ്ങിയ നൃത്തശൈലികൾ ഇദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. 1982 പുറത്തിറങ്ങിയ ത്രില്ലർ എന്ന ആൽബത്തിന്റെ 10 കോടി കോപ്പികൾ ലോകമെമ്പാടുമായി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റ് 4 സോളോ സ്റ്റുഡിയോ ആൽബങ്ങളിലും ലോകത്തിലെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഓഫ് ദി ബോൾ 1979, ബാഡ് 1987, ഡേഞ്ചറസ് 1991, ഹിസ്റ്ററി 1995 എന്നിവയാണവ. റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിമിലേക്ക് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സംഗീതജ്ഞരിൽ ഒരാളായ മൈക്കിൾ ജാക്സൺ സോങ് റൈറ്റേഴ്സ് ഹോൾ ഓഫ് ഫെയിമിലും ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പോപ്പിന്റെയും റോക്ക് ആൻഡ് റോളിന്റെയും ലോകത്ത് നിന്ന് ഡാൻസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്, 13 ഗ്രാമീണ പുരസ്കാരങ്ങൾ, കൂടാതെ ഗ്രാമി ലെജൻഡ് പുരസ്കാരവും ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും 26 അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ, കൂടാതെ നൂറ്റാണ്ടിന്റെ കലാകാരൻ അതായത് ആർട്ടിസ്റ്റ് ഓഫ് ദി സെഞ്ചുറി, ദശാബ്ദത്തിന്റെ കലാകാരൻ ആർട്ടിസ്റ്റ് ഓഫ് ദി 1980s പുരസ്കാരങ്ങൾ, 13 നമ്പർ 1 സിംഗേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 100ലധികം പുരസ്കാരങ്ങൾ ഇദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സംഗീതജ്ഞനാക്കി. 2014 മെയ് 21 മൈക്കിൾ ജാക്സന്റെ പുതിയ ഗാനമായ നൗ ലെവർ ഫെൽറ്റ് സോ ഗുഡ് വിൽ ബാഡ് ഹോട്ട് 100 ചാർട്ടിൽ 9ാം സ്ഥാനത്തെത്തി. ഇതോടെ 5 വ്യത്യസ്ത പതിറ്റാണ്ടുകളിലായി ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിലെ ആദ്യ 10ൽ ഗാനമുള്ള ആദ്യ കലാകാരനായി ജാക്സൺ മാറി. 39 ജീവകാരുണ്യ സംഘടനകളെ സഹായിച്ചിട്ടുള്ള ജാക്സൺ $50 കോടി അതായത് 500 മില്യൺ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങളെ സഹായിച്ച പോപ്പ് താരം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ എത്തിച്ചു. ആദ്യ ഭാര്യ ലിസ മേരി പ്രസ്ലി. 1994 മുതൽ 96 വരെ വിവാഹ ജീവിതം, പിന്നെ വിവാഹമോചനത്തിലെത്തി. രണ്ടാം ഭാര്യ ഡെബ്ലി റോ. 1996 മുതൽ 1999 വരെ, പിന്നെ അതും വിവാഹമോചനം നടന്നു. കുട്ടികൾ പ്രിൻസ് ജാക്സൺ, പാരിസ് ജാക്സൺ, ബ്ലാഗറ്റ് ജാക്സൺ. ജാക്സന്റെ രൂപമാറ്റം, വ്യക്തിപരമായ ബന്ധങ്ങൾ, പെരുമാറ്റങ്ങൾ തുടങ്ങിയവ സ്വകാര്യ ജീവിതത്തിലെ പല സംഭവങ്ങളും പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 1993 കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഇദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നം കോടതിക്ക് പുറത്തു തന്നെ തീർന്നതിനാൽ കുറ്റങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചോർത്തപ്പെട്ടിട്ടില്ല. 2005 ജാക്സന്റെ പേരിൽ കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. ദിസ് ഈസ് ഇറ്റ് എന്ന സംഗീത പര്യടനത്തിന്റെ പണിപ്പുരയിലായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 2009 ജൂൺ 25 പ്രൊപ്പഫോൾ, ലോറാസെബാം മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം. അമേരിക്കയിൽ കാലിഫോർണിയയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. തുടർന്ന് ലോസ് ഏഞ്ചൽസ് കോടതി ജാക്സന്റെ മരണം നരഹത്യയാണെന്ന് വിധിക്കുകയും സ്വകാര്യ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറേക്കെതിരായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരായി ശിക്ഷിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ തത്സമയം ടെലിവിഷനിലൂടെ കണ്ടു. 2010 മാർച്ചിൽ സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് മൈക്കിൾ ജാക്സന്റെ പാട്ടുകളുടെ 2017 വരെയുള്ള വിതരണാവകാശം $25 കോടി സ്വന്തമാക്കി.
കൂടാതെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്തിറക്കുന്ന ആൽബത്തിൻ്റെയും വിതരണാവകാശവും അവർ നേടിയെടുത്തു. 2016 $82.5 കോടി നേട്ടത്തോടെ ഒരു വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സംഗീതജ്ഞനായി ജാക്സൺ മാറി. മൈക്കൽ ജാക്സന്റെ മ്യൂസിക്കും ഗാനങ്ങളും നൃത്തച്ചുവടുകളും ഇന്നും മായാതെ ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു.